അമേരിക്കയിലേക്ക് പോവുകയാണ്, ഇന്ന ദിവസം പോയിട്ട് ഇന്ന ദിവസം തിരിച്ചു വരും, അവിടെ പോയിട്ട് എവിടെയെങ്കിലും പോകാം, അവിടെ പോയിട്ട് കിട്ടുന്നിടത്ത് താമസിക്കാം, അവിടെ പോയിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണാം. നെവർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരാതിരിക്കുക. എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് വേറെ ആർക്കും വേണ്ടിയിട്ട് പറയുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. കാരണം നിങ്ങളെപ്പോലുള്ളവർ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. കാരണം ഞാനൊക്കെ ഇവിടെ വന്നിട്ട് ശരിക്കും കഷ്ടപ്പെട്ടു. ആസ് എ യൂട്യൂബർ എന്നുള്ള രീതിയിൽ നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ടു. കാരണം ഒരു രീതിയിലുള്ള സഹായവും ഒരു സപ്പോർട്ടും നമുക്ക് ഇവിടെ നിന്ന് കിട്ടില്ല, 1% പോലും കിട്ടില്ല. അപ്പോൾ അത് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. റിയാസാണ്, അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ നിന്ന്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ട്രാവൽ വ്ളോഗുമായിട്ട് ബന്ധപ്പെട്ടല്ല, പ്രത്യേകിച്ച് ഒരു സെഗ്മെൻറ്റ് കേന്ദ്രീകരിച്ചുള്ളൊരു ഇൻഫർമേഷനല്ല. ഇത് നമ്മൾ ഓരോ മലയാളികളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ്. നമുക്ക് അമേരിക്കയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ചെറിയ രീതിയിൽ നിങ്ങളോട് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കുകയാണ്. നിലവിൽ നമുക്കറിയാം, ഒരു പെൺകുട്ടി, ഒരു ട്രാവൽ വ്ളോഗർ അമേരിക്കയിലേക്ക് വന്ന് ചെറിയൊരു പ്രശ്നമായിട്ട് നമുക്കിപ്പോൾ എല്ലാവരും കാണുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് മുമ്പ് ഇതിനെക്കുറിച്ച് കുറച്ച് അവബോധം തരാനായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പം ആ ഒരു സമയം അതിക്രമിച്ചു എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിന്ന് പറയാൻ പോകുന്നത് അമേരിക്കയിലേക്ക് വരുന്നവർക്കും അമേരിക്കയിലേക്ക് ഇനി വരാൻ പോകുന്നവർക്കും അമേരിക്കയിലേക്ക് തീർച്ചയായിട്ടും വരണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടും ആഗ്രഹിച്ചും കൊണ്ട് നിങ്ങളെല്ലാവരും വരണമെന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് പോകും. അപ്പോൾ ഇതൊരു കറക്റ്റ് ഒരു പ്ലാൻഡ് ഒരു വീഡിയോയല്ല, നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിത് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് കേൾക്കുക. എല്ലാ മലയാളികൾക്കും അമേരിക്കയിലേക്ക് വരാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് വരാം. ഞങ്ങൾ അമേരിക്കയിലേക്ക് വന്നിട്ട് 3 വർഷമായി. അപ്പോൾ എൻ്റെ വൈഫിന് സോഫ്റ്റ്വെയർ ഫീൽഡിലായിരുന്നു ജോലി. അപ്പോൾ പുള്ളിക്കാരി ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ട്രാൻസ്ഫറായി. ഞാൻ ആ സമയത്ത് ഖത്തറിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനും ഖത്തറിൽ ഇവരെ ജോലി തൽക്കാലം ഒന്ന് പെൻഡിങ്ങിൽ വെച്ചതിന് ശേഷം ഇവരെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് സെറ്റാക്കിയതിന് ശേഷം തിരിച്ച് വീണ്ടും പോകാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇവരെ അങ്ങനെ പെട്ടെന്ന് വിട്ടിട്ട് പോകാൻ പറ്റില്ല. ഇവിടുത്തെ സാഹചര്യത്തിൽ നമുക്ക് അവിടെ ഒരു നല്ലൊരു ജോലിയുണ്ട്. അപ്പം ഇവിടെയുള്ള വൈഫിൻ്റെ ജോലി ഇവിടെ മക്കളെയും വൈഫിനെയും ഇവിടെ സെറ്റാക്കിയിട്ട് നമുക്കങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റിയൊരു സാഹചര്യമല്ല എന്ന് നമുക്ക് മനസ്സിലായത്. അതുകൂടാതെ നമുക്കൊരു US-ൽ ജോലി ഓഫർ നമുക്ക് കിട്ടുമ്പോൾ എല്ലാ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും പറ്റുന്നൊരു കാര്യമാണ്. നമുക്ക് ജോലി ഓഫർ കിട്ടിക്കഴിയുമ്പോൾ അതിൽ വലിയ സാലറി ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഒരുപാട് ഇരട്ടിയാണ് ഇവിടെ വരുന്ന നമുക്ക് എക്സ്പെൻസുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വലിയ സാലറിയും പ്രതീക്ഷിച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ, വലിയ സാലറിയും കണ്ടിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ആയിരക്കണക്കിന് ഡോളറുകൾ സാലറി ഉണ്ടാവും. പക്ഷേ ആയിരക്കണക്കിന് ഡോളറുകൾ, ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ റെൻറ്റ് തന്നെ $2,500 വരും. ഇതൊക്കെ നമ്മുടെ കാലിഫോർണിയയിലെ ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പോൾ ഇത് അത്രയും തന്നെ എക്സ്പെൻസ് നമുക്കിവിടെ വരും. അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുകിൽ നമുക്ക് ഖത്തറിന് പോകാം, അതല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ട്രാവൽ വ്ളോഗൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷമായിരുന്നു. അപ്പോൾ നമുക്കിവിടെ അമേരിക്ക മൊത്തം ഇളക്കി മറിച്ച് ഒരു എക്സ്പ്ലോർ ചെയ്ത്, അപ്പോൾ ആ സമയത്ത് ട്രാവൽ വ്ളോഗേഴ്സായിട്ട് ഇങ്ങോട്ടേക്ക് അധികം ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അതല്ലാതെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ സഫാരി ചാനൽ സന്തോഷേട്ടനൊക്കെ വന്നിട്ട് അവരൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ട്രാവൽ വ്ളോഗ് എന്നുള്ള രീതിയിൽ മലയാളത്തിൽ നിന്ന് അധികം എക്സ്പ്ലോറിങ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് നല്ലൊരു അവസരമാണ്, എന്നാൽ നമുക്ക് അമേരിക്ക മറിച്ചിടാം എന്ന് വിചാരിച്ചു. അപ്പോൾ അമേരിക്കയിൽ വന്നതിന് ശേഷം ആണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. ഇത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എത്ര വലിയ യൂട്യൂബർ ആയിക്കോട്ടെ, ഏത് വലിയ മനുഷ്യനായിക്കോട്ടെ, എത്ര കാശുണ്ടായിക്കോട്ടെ, എത്ര ആരോഗ്യം ഉണ്ടായിക്കോട്ടെ, അമേരിക്കയിൽ വന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് അമേരിക്ക ട്രിപ്പ് കവർ ചെയ്ത് അമേരിക്കയിലെ എല്ലാ ഭാഗങ്ങളും കണ്ട് അമേരിക്കയുടെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു കൊടുത്ത് ഇവിടെ ആകെ മറിച്ചിട്ടിട്ട് പോകാൻ ഒരാൾക്കും സാധിക്കില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മളിവിടെ വന്നു. അങ്ങനെ ഇനീഷ്യലി നമുക്കിവിടെ സെറ്റാവാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ മനസ്സിലായി ഓരോ കാര്യത്തിനും നല്ല എമൗണ്ട് നമ്മൾ
കയ്യിൽ നിന്ന് ചിലവാക്കിയാലേ ഓരോ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് കാര്യമായിട്ട് ഇറങ്ങാം. അപ്പോഴും വീഡിയോ ചെയ്യുന്നുണ്ട്, കാര്യമായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി വീഡിയോ നമുക്ക് അനുദിനം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വളരെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് എക്സ്പെൻസ് വരും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഏതെങ്കിലും വിധത്തിലുള്ളൊരു സ്പോൺസർഷിപ്പ് കിട്ടുമോ, അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫ്രണ്ട്സോ സുഹൃത്തുക്കളോ വഴി നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഉള്ള പോലെയൊക്കെ പറ്റുമോ, ഇതൊക്കെ നോക്കും. നമ്മളെല്ലാ വഴികളും നോക്കി. ഒരു രീതിയിലും അതൊന്നും സംഭവിക്കുന്നില്ല. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് നമ്മളൊരു ചെറിയൊരു യൂട്യൂബറാണ്, അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും നടക്കില്ല. പക്ഷേ ഈവൻ നമ്മളെ സഹായിക്കണമെന്നുള്ളവർക്ക് പോലും നടക്കില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു. അത് നമുക്ക് ഇവിടെ നിൽക്കും തോറുമാണ് നമുക്ക് അതിൻ്റെ ആ ഒരു എന്തുകൊണ്ടാണ് അത് പറ്റില്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. നമുക്കതിലേക്ക് വരാം. നമ്മൾ അമേരിക്കയിലേക്ക് വന്ന് ട്രിപ്പ് ചെയ്യണമെങ്കിൽ പല ഘടകങ്ങളുണ്ട്. ഓരോന്നായിട്ട് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ അമേരിക്ക മൊത്തം കണ്ടു തീർക്കണമെങ്കിൽ അമേരിക്കയിൽ 50 സ്റ്റേറ്റുകളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 50 സ്റ്റേറ്റിൽ ഒരു സ്റ്റേറ്റിൽ ഒരു സ്ഥലമെങ്കിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 50 ദിവസം വേണം നിങ്ങൾക്ക് അമേരിക്ക മൊത്തം കണ്ടിട്ട് പോകാൻ. അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകൾ മാത്രം കണ്ടിട്ട് പോകാനും. അങ്ങനെ ഈ 50 സ്റ്റേറ്റുകളും നിങ്ങൾക്ക് 50 ദിവസം കൊണ്ട് കാണണമെങ്കിൽ ഈ ഓരോ സ്ഥലങ്ങൾ കണ്ട് ഓരോ സ്റ്റേറ്റ് കവർ ചെയ്ത് നിങ്ങൾക്ക് 50 ദിവസം കൊണ്ട് പോകാനും സാധിക്കില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വന്നിട്ട് ഇവിടെ അമേരിക്ക മൊത്തം കാണിച്ച് കൊടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ വന്ന് ട്രൈ ചെയ്തത്. പക്ഷേ നമ്മൾ ആ ഒരു മനസ്സിൽ ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കാലിഫോർണിയയിലാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ലോസ് ആഞ്ചൽസ് കാണിക്കാമെന്ന് വിചാരിച്ചു. ലോസ് ആഞ്ചൽസ് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ലോസ് ആഞ്ചൽസിൻ്റെ ഡെപ്ത്ത്. ഇപ്പോൾ ലോസ് ആഞ്ചൽസിൽ വന്ന് ഒരുപാട് പേര് വന്ന് തിരിച്ച് ഇവിടെ കണ്ടിട്ട് പോയവരൊക്കെ ഉണ്ടായിരിക്കും. എന്ത് ലോസ് ആഞ്ചൽസിൽ എന്താണുള്ളത്, ഒന്നുമില്ല എന്ന് പറയും. പക്ഷേ ലോസ് ആഞ്ചൽസിൻ്റെ ഡെപ്ത്ത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ലോസ് ആഞ്ചൽസിലേക്ക് നമ്മൾ ഇറങ്ങണം. അപ്പോഴാണ് നമുക്ക് ലോസ് ആഞ്ചൽസിൻ്റെ ഡെപ്ത്ത് മനസ്സിലാവുള്ളൂ. ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് പോകാനായിട്ടാണെങ്കിൽ നമുക്ക് ഒന്നുമില്ലയെന്ന് ചിലപ്പോൾ തോന്നും. ഈവൻ നമ്മുടെ മക്ഡൊണാൾഡ് സ്റ്റാർട്ട് ചെയ്തത്, അതുപോലെ തന്നെ ബസ്കിൻ റോബിൻസ്, ഇങ്ങനെ നമുക്ക് ഒരുപാട് വിശേഷപ്പെട്ട ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഹോളിവുഡ്, ഇങ്ങനെയുള്ള ഏറ്റവും വലിയ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാം. പക്ഷേ അതിൻ്റെയൊക്കെ ഡീപ്പായിട്ട് ഇതിലേക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകും. യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, അതല്ലെങ്കിൽ വാർണർ ബ്രോസ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ ശരിക്കും ഒരു റിയലായിട്ടൊരു ട്രിപ്പ് വരുന്ന ആൾക്ക് എൻജോയ് ചെയ്യാനും കാണാനും അറിയാനുമായിട്ട്. അങ്ങനെ നമ്മൾ ലോസ് ആഞ്ചൽസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ലോസ് ആഞ്ചൽസ് തന്നെ ഒരു കടലാണ്, നമ്മൾ കണ്ടു തീർക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ലോസ് ആഞ്ചൽസ് കണ്ടു. പിന്നീട് നമ്മൾ എന്നാലൊരു പണിയാണ് നമുക്ക് കാലിഫോർണിയ. എനിക്കപ്പോൾ പല സ്ഥലത്തേക്കും പല സുഹൃത്തുക്കളായിട്ടും പല രീതിയിലും നമുക്ക് പല സ്റ്റേറ്റിലും പോകാനുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ, ഈവൻ ലാസ് വേഗാസ് നമുക്കൊരു 4 മണിക്കൂർ പോയാൽ മതി ഇവിടുന്ന്. ഞാൻ ഇതുവരെയും അവിടെ പോയിട്ടില്ല. 3 വർഷമായി നമ്മൾ വന്നിട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. കാരണം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമുക്ക് കാലിഫോർണിയ കണ്ട് തീർക്കാൻ പോലും നമുക്ക് സാധിക്കാതെ നമ്മളിവിടുന്ന് പോയിട്ട് കാര്യമില്ല. അപ്പോൾ കാലിഫോർണിയയിൽ എക്സ്പ്ലോർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ നമ്മൾ 3 ഇയേഴ്സായിട്ട് ഇന്നും നമ്മൾ കാലിഫോർണിയ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ പോയി എങ്കിൽ കൂടി നമുക്ക് ഈ കാലിഫോർണിയ ഇപ്പോഴും എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹം അനുസരിച്ചിട്ട് ഞാനിപ്പോഴും കാലിഫോർണിയ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് 3 ഇയേഴ്സായി നമ്മൾ വന്നിട്ട് ഓൾമോസ്റ്റ് നമ്മൾ വീഡിയോ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും എന്താ പറയുന്നത്, ഇത്രയും സമയം കൊണ്ട് നമുക്ക് അത്രയ്ക്കും ഒരു ഡീപ്പായിട്ട് കാണിക്കാനുള്ളൊരു സ്ഥലമുണ്ട് കാലിഫോർണിയ തന്നെ. ഇതുകൂടാതെ ഈ അമേരിക്കയുടെ അത്ഭുതങ്ങൾ കിടക്കുന്ന അരിസോണ, നെവാഡ, യുട്ട, വയോമിങ്, ഇങ്ങനെയുള്ള അടുത്ത് നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് തീർക്കണമെങ്കിൽ വീണ്ടും ഒരു എന്താ പറയുന്നത്, ഒരു വർഷങ്ങളെടുക്കും യഥാർത്ഥത്തിൽ കണ്ട് തീർക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഓടി വന്ന് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വീണ്ടും ഓടി വന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു അമേരിക്കൻ വിസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സംയമനം പാലിക്കുക. വിസ കിട്ടി പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. തന്നെയല്ല, നല്ല പ്ലാനിങ്ങിലായിട്ട് വരിക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളി ഒരു 2-3 പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് അവരെ കുറ്റം പറയണില്ല, നമ്മുടെ സഹോദരന്മാരെ പോലെയാണ്, വളരെ നല്ല ആളുകളാണ്. പക്ഷേ അവർക്ക് ഒരു പ്ലാനിങ് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങോട്ട് വരരുത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല പ്ലാനിങ്ങിലായിട്ട് വരിക.
തന്നെയല്ല ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ ഹെൽപ്പ്, ഒരു ഇൻഫർമേഷൻ കിട്ടും എന്ന് മാത്രം പ്രതീക്ഷിക്കുക. അതിലപ്പുറം ഇവിടെ ഒരാൾക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ സഹായിക്കാൻ കഴിയില്ലാത്തത് ഇവിടെയുള്ള ആളുകൾക്ക് അതിനുള്ള മനസ്സില്ലാത്തത് കൊണ്ടല്ല, ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. ഇപ്പോൾ ഈവൻ യൂറോപ്യൻ കൺട്രീസിൽ പോലെ ഉള്ളതുപോലെയല്ല ഇവിടെയുള്ളത്. കാരണം ഇവിടെ ഒരാൾ സഹായിക്കാമെന്ന് വിചാരിച്ചു, ഈ സഹായിക്കാമെന്ന് വിചാരിക്കുന്ന ആൾ പോലും ഈ അമേരിക്കയുടെ 4/1 പോലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് എങ്ങനെ ഈ അമേരിക്ക മൊത്തം കണ്ടു തീർക്കാൻ സഹായിക്കാൻ പറ്റും? തന്നെയല്ല, നമുക്ക് കൂടുതലും നമുക്ക് ഫ്രണ്ട്സുകളോ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കൊക്കെ വരുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റേറ്റിലും നമുക്ക് അതിനുള്ള നമ്മുടെ എന്താണെങ്കിലും എല്ലാ മലയാളികൾക്കും എല്ലാ സ്റ്റേറ്റിലും ഹോൾഡ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവർക്ക് ഈ യാത്രയായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഇൻഫർമേഷൻസ് തരാനും ചെറിയ എന്തെങ്കിലും ഒരു ഹെൽപ്പ് മാത്രമേ പ്രതീക്ഷിക്കാവുള്ളൂ. അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിയാസിൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി അല്ലെങ്കിൽ അടുത്ത അടുത്ത് പോയി ഇങ്ങനെ നമുക്ക് കവർ ചെയ്ത് പോകാം എന്ന് വിചാരിക്കാൻ പറ്റില്ല. ഈവൻ ഒരു പക്ഷേ നിങ്ങൾക്ക് പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ അങ്ങനെ പോയാൽ കൂടി അവർക്കും ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും, ഒരു ട്രാവൽ ബ്ലോഗറിൻ്റെ മൈൻഡ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു ലിമിറ്റിൻ്റെ 10% പോലും നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിലവിൽ വരണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, എത്ര കോടികളുണ്ടായിട്ടും കാര്യമില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ്, നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ വെസ്റ്റ് സൈഡ് കാലിഫോർണിയ സൈഡിൽ നമ്മുടെ ക്ലൈമറ്റ് ആയിരിക്കില്ല ഈസ്റ്റ് സൈഡിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കാലിഫോർണിയയിൽ ഇപ്പോൾ വിൻ്ററിലൊക്കെ വന്നു കഴിഞ്ഞാലും നല്ല രസമാണ്, നന്നായിട്ട് എൻജോയ് ചെയ്യാം. എന്നാൽ സമ്മറിൽ വരുമ്പോൾ ജൂലൈ ഓഗസ്റ്റ് സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ചൂടാണ്. അപ്പോൾ അത്ര എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാണ് കാലിഫോർണിയ എന്ന് തോന്നും. അപ്പോൾ അത്ര വലിയ രസമൊന്നും തോന്നില്ല. എങ്കിലും സമ്മറും കുഴപ്പമില്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. പക്ഷേ നേരെ മറിച്ച് ഈ സമയത്ത് ഇത്രയും തണുപ്പിൽ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് ന്യൂയോർക്കിൽ ഈ സമയത്തല്ല വിൻ്റർ സമയത്ത് ന്യൂയോർക്കിലും അല്ലെങ്കിൽ റോഡ് ഐലൻഡ്, ന്യൂജേഴ്സി, ഈസ്റ്റ് സൈഡിലേക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ തണുപ്പും മഞ്ഞും ഐസും ഇതൊക്കെയായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് ഒരു പ്രാവശ്യം വന്ന് ഒരു മാസം, ഈവൻ നിങ്ങൾ 2 മാസം നിന്നാൽ പോലും അമേരിക്ക നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അമേരിക്കയിൽ ഇന്ന സ്ഥലത്ത് പോകുന്നു എന്ന് മാത്രം ആലോചിച്ചിട്ട് അതിനുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ട് വരിക. അല്ലാണ്ട് അമേരിക്ക മൊത്തം കണ്ട് നിങ്ങൾ 6 മാസം നിന്നാലും അമേരിക്ക കണ്ടു തീർക്കാൻ പറ്റില്ല. അതാണ് അമേരിക്കയുടെ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെയും കാലാവസ്ഥയുടെയും പിന്നെ പൈസയുടെയും ഒരു സാഹചര്യം. എല്ലാവരും പൈസയുള്ളവരല്ലല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു എത്ര കോടീശ്വരന്മാരാണെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് അമേരിക്ക കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു ആവറേജ് സാധാരണക്കാരനാണെങ്കിൽ അമേരിക്കൻ വിസ കിട്ടി ഇവിടെ വന്നു എന്നെ എല്ലാ സ്ഥലങ്ങളും കാണാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, നമുക്ക് കാണാം, ഇവിടെ എനിക്ക് ആരെയും വേണ്ട, നമുക്ക് ട്രെയിൻ എടുത്ത് പോകാമല്ലോ എന്ന് വിചാരിക്കും. നമുക്ക് അമേരിക്കയിൽ യാത്ര ചെയ്യണമെങ്കിൽ ഇവിടെ ബസ് യാത്രേനേക്കാളും അതുപോലെ തന്നെ ഫ്ലൈറ്റ് യാത്രേനേക്കാളും വളരെ എക്സ്പെൻസീവാണ് ട്രെയിൻ യാത്ര. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ബസ്സിൽ അമേരിക്കയിൽ നമുക്ക് ലോസ് ആഞ്ചൽസിൽ നിന്ന് നമുക്ക് ന്യൂയോർക്കിലേക്ക് ബസ്സിന് പോകണമെങ്കിൽ അഡ്വാൻസായി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് പോകണമെങ്കിൽ നമുക്കൊരു $140-150 പോകാൻ പറ്റും ബസ്സിൽ. പക്ഷെ എന്താ സംഭവിക്കുന്നത്, 5 ദിവസം എടുക്കും, മിനിമം ഒരു 3 to 4 days എടുക്കും അവിടെ എത്താനായിട്ട്. അപ്പോൾ അത്രയും ദിവസത്തെ എക്സ്പെൻസ്, അത്രയും ദിവസത്തെ നമ്മുടെ ആ ഒരു ക്ഷീണം, നിങ്ങൾ വിസയിൽ വിസിറ്റിങ്ങിനായിട്ട് വരുമ്പോൾ അത്രയും ദിവസം നഷ്ടപ്പെടേണ്ടത്, അതൊക്കെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ യാത്ര ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള സമയമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് നമുക്കൊരു ട്രെയിനിൽ പോകണമെങ്കിൽ നമുക്കൊരു $1000 വേണം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലൈറ്റിലാണ് പോകണമെങ്കിൽ ഒരു ആവറേജ് $300 വേണം, ഏകദേശം നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ. അതല്ലെങ്കിൽ ഒരു $150, $200 ഒരു പക്ഷേ തീരുമായിരിക്കും. പക്ഷേ എന്നാലും ഒരു $300-400 വേണം. ഇനി വളരെ പെട്ടെന്ന് ബുക്ക് ചെയ്യണമെങ്കിൽ $600-700 വേണ്ടി വരും. നമ്മൾ പറഞ്ഞു വരുന്നത് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു സുഹൃത്തുക്കളെ നമുക്ക് ബന്ധപ്പെട്ട് പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ലോക്കലൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും സിറ്റി ചെല്ലുമ്പോൾ ലോക്കലൊന്ന് കാണിച്ചു തരും. അവരും എന്തുകൊണ്ട് വരില്ല, അവർ വന്നു കഴിഞ്ഞാൽ
അവരുടെ ജോലീനെ അത് ബാധിക്കും. അവരുടെ വിലപിടിപ്പുള്ള സമയം അവർ വർക്ക് ചെയ്തില്ലെങ്കിൽ, അവർ ലീവ് എടുക്കുമ്പോൾ, അവരുടെ സമയം ഓഫ് എടുക്കുമ്പോൾ അവർക്ക് ആ അത്രയും സമയം വീണ്ടും എക്സ്ട്രാ വർക്ക് ചെയ്താലേ അവർക്ക് ആ ഒരു പൈസ കിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ഡബിൾ നഷ്ടം വരുവാണ് നമ്മുടെ ഇവിടെ നിന്ന് പുറമേ ഒരാൾ വരുമ്പോൾ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഒരാളെയും ഇവിടെ വരുമ്പോൾ പ്രതീക്ഷിക്കരുത്. പിന്നെ അടുത്ത കാര്യം, നമ്മളിപ്പോൾ ഇവിടെ യാത്ര ചെയ്യണ കാര്യം പറഞ്ഞു. നിങ്ങളിനി ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ വീട്ടിലോ സ്വന്തക്കാരുടെ വീട്ടിലോ എവിടെയെങ്കിലും താമസിക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കുമ്പോൾ ഒന്നാമത്തെ പ്രശ്നം, ഇവിടെ എല്ലാ വീട്ടിലും ഇത്ര പേരാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ റെൻ്റൽ എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും. രണ്ടാമത്, അത് ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉള്ളത് ഏരിയകളുണ്ട്, ഇല്ലാത്ത ഏരിയകളുണ്ട്. ഇനി അതല്ല, അവിടെ വന്ന് താമസിച്ച് കഴിയുമ്പോൾ നമ്മുടെ നെയ്ബേഴ്സോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഇവിടെ ആരും നമ്മുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കണവരായിരിക്കും വിളിച്ചിട്ട് ഓരോ സ്ഥലത്ത് ഇന്ന ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോണത് എന്ന് വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നമുക്ക് ചിലപ്പോൾ ആ ബിൽഡിംഗ് ഓണറും ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞൊന്നും വരില്ല, വേറൊരു രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പിന്നീട് വരുന്നത്. അപ്പോൾ താമസിപ്പിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് തന്നെ ഒരു പക്ഷേ എല്ലാ സ്റ്റേറ്റിലും എല്ലാ സിറ്റിയിലെയും കാര്യമല്ല പറയുന്നത്, ഓൾമോസ്റ്റ് മിക്ക സ്ഥലത്തെയും കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വന്നു, ഇല്ല ഞാൻ തന്നെ പോയിക്കോളാം, എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ച് വരുമ്പോൾ മറ്റൊരു പ്രധാന കാര്യം, നമുക്ക് ഇന്ത്യയിലും മറ്റുള്ള സ്ഥലത്തും പോകുന്ന പോലെയല്ല. നമുക്ക് ഇവിടുന്ന് ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മളിവിടെ കാലിഫോർണിയയിൽ വന്നു, ഡെത്ത് വാലി നാഷണൽ പാർക്ക് കാണാൻ പോകണം. നിങ്ങൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ തന്നെ പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മൾ തന്നെ പോകാനുള്ളൊരു സാഹചര്യം വളരെ കുറവാണ്. മരുഭൂമി പോലെയുള്ളൊരു സ്ഥലമാണ്. തന്നെയല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്കൊക്കെ കിട്ടും, ഒരുപാട് പൈസ വരും. കിട്ടില്ലാത്ത അതിനുള്ള സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതുപോലെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ എങ്ങനെ ഇപ്പോൾ ഹിച്ച് ഹൈക്ക് ചെയ്ത് വന്നവരാണെങ്കിൽ എങ്ങനെ പോകും? ആരും വണ്ടിയൊക്കെ എത്തിക്കൊള്ളണമെന്നില്ല. അതല്ലെങ്കിൽ ബസ്സിന് വരാനുള്ള സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ട്രെയിനിന് വരാനുള്ള സൗകര്യമില്ല. അപ്പോൾ അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും ഇങ്ങനെയുള്ള സ്ഥലത്തുണ്ട്. ഇത് നമ്മൾ ഡെത്ത് വാലിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഈവൻ റെഡ്വുഡ് നാഷണൽ പാർക്കിൽ പോയി കഴിഞ്ഞാൽ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിഫോർണിയയിലെ ഒരു വലിയ ഏരിയയാണ്. ഞാൻ റെഡ്വുഡ് നാഷണൽ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നമുക്ക് മറക്കാനാവാത്ത ഒരു സ്ഥലമാണ് റെഡ്വുഡ് നാഷണൽ പാർക്ക്. അപ്പോൾ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ മണിക്കൂറുകൾ യാത്ര ചെയ്യണം. തന്നെയല്ല, നമുക്കത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ വണ്ടിയിൽ നിങ്ങളിവിടെ വന്നൊരു റെൻ്റ് കാർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസം ആ റെൻ്റ് കാർ യൂസ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ എത്ര ദിവസത്തെ റെൻ്റ് കാറിൻ്റെ റെൻറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും, ആ റെൻ്റ് കാർ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസം നമുക്ക് ഫുഡ് ഉണ്ടാക്കി ഇവിടെ നിൽക്കാൻ പറ്റും. ഇങ്ങനെ പല വിധങ്ങളായ എക്സ്പെൻസുകളും സമയക്കുറവും ഒക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നമ്മുടെ ഈ ട്രാവൽ ഏജൻസികൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഏതെങ്കിലും സ്പെസിഫിക് സ്ഥലങ്ങൾ കണ്ട് പ്ലാൻ ചെയ്ത് അവിടെ നിന്ന് വരിക. അതല്ലാതെ പ്രത്യേകിച്ച് യൂട്യൂബ് വ്ളോഗർമാരോട്, ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും അമേരിക്ക വന്ന് കണ്ട് അപ്പം തന്നെ കംപ്ലീറ്റ് വീഡിയോയും എടുത്ത് പോകാമെന്ന് വിചാരിക്കരുത്. ഒരു സഹോദരൻ എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്, ഒരു കോമ്പറ്റീറ്റർ എന്നുള്ള നിലയ്ക്കല്ല. ഒരിക്കലും നിങ്ങളങ്ങനെ ഈ ഒരു അമേരിക്ക വന്ന് കണ്ട് അടിച്ചു പൊളിച്ച് പോകാമെന്ന് വിചാരിച്ച് നിൽക്കരുത്. കാരണം അമേരിക്ക വന്ന് കണ്ട് അടിച്ചു പൊളിച്ച് പോകാം, പക്ഷേ അതെവിടെയാണ്? നിങ്ങളൊരു ചെറിയൊരു ട്രിപ്പിനാവണമെങ്കിൽ ഒരു 4, 5, 10 സ്ഥലങ്ങൾ മാത്രം കണ്ട് പോകുന്ന സ്ഥലങ്ങൾ വ്യക്തമായും കാണുക. അതുപോലെ തന്നെ എൻജോയ് ചെയ്ത് കാണുക, സമാധാനപരമായിട്ട് കാണുക. അവിടെയുള്ളത് നിങ്ങൾ മൊത്തം എടുത്തിട്ട് അങ്ങ് പോവുക. പിന്നെ അങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ ആ വരുന്ന സ്ഥലങ്ങൾ വന്ന് കണ്ടിട്ട് പോവുക. ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. പിന്നെ എനിക്കുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അമേരിക്കയിൽ ഇന്ന സ്ഥലങ്ങൾ മാത്രം കാണണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവിടെ മാത്രം കണ്ടിട്ട് പോകാം. പക്ഷേ യൂട്യൂബർമാർ അല്ലെങ്കിൽ ട്രാവൽ ബ്ലോഗേഴ്സ് വരുമ്പോൾ അവർക്ക് അങ്ങനെയല്ല, മൊത്തം കണ്ടിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും. അവർക്കാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ മലയാളികൾ കാശ്മീർ പോവും, അല്ലെങ്കിൽ താജ്മഹൽ പോവും, ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്ത് പോയി ഓരോ ഡെസ്റ്റിനേഷൻസ് കണ്ടിട്ട് വരും. അങ്ങനെ മാത്രം കണ്ടിട്ട് വരാൻ നിൽക്കുന്നവർക്ക് ഇവിടെ വന്നിട്ട് ഗ്രാൻഡ് ക്യാനിയൻ, ന്യൂയോർക്ക് സിറ്റി, നയാഗ്ര വാട്ടർഫാൾസ്, യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, റെഡ്വുഡ് നാഷണൽ പാർക്ക്, അതുപോലെ ഒരുപാട് സംഗതികൾ നമുക്ക് കണ്ടിട്ട് പോകാനുള്ളതുണ്ട്. അപ്പം ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ മനുഷ്യരുണ്ടാക്കി വച്ചിരിക്കുന്നതിലും വലിയ
അത്ഭുതങ്ങളാണ് ഇവിടെ പ്രകൃതിയുടെ ഭാഗമായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ പ്രകൃതിയെ കാണാനാണ് ശരിക്കും നിങ്ങൾ അമേരിക്കയിലേക്ക് വരേണ്ടതെന്നാണ് എൻ്റെ ഇത്രയും നാളത്തെ ഈ 3 വർഷത്തെ അമേരിക്കയിൽ ഉള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് എനിക്ക് തോന്നിയത്. അമേരിക്ക സയൻസിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത് വിഭവങ്ങളുടെ ഒരു നാടാണ്. അതുപോലെ തന്നെ ഏറ്റവും എല്ലാ രീതിയിലുള്ള സംഗതികളും നമുക്ക് ഇവിടെ നിന്നാണ് വരെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് പോലും ഇവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും ഇരിക്കെ അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് അപ്പുറയാണ് ഇവിടുത്തെ പ്രകൃതിയുടെ എന്താ പറയുന്നത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം 400ഓളം നാഷണൽ പാർക്കും അതിനോടനുബന്ധിച്ച റിക്രിയേഷണൽ ഏരിയകളും ഇവിടെയുണ്ട്. എനിക്ക് ഇന്ത്യയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 100ഓളം ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ നാഷണൽ പാർക്ക് മാത്രമാണ് നമ്മൾ പറയുന്നത്, സ്റ്റേറ്റ് പാർക്കുകൾ വേറെ. അതല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടറുകളാണ്. വണ്ടറുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ജുറാസിക് ആ പാർക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അരിസോണയിലാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് യൂട്ടയിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലത്ത് ഈ ജുറാസിക് നമ്മുടെ ഡൈനോസേഴ്സിൻ്റെ ഫോസിലുകൾ അവിടെ മണ്ണിൽ അല്ലെങ്കിൽ പാറയിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് കാണാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ ജുറാസിക് പാർക്ക് മൂവി കാണുമ്പോൾ നമ്മൾ സാധാരണ ഞാനൊക്കെ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, നമ്മളിതൊരു ഒരു മൂവിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ജീവി അതങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, കാലിഫോർണിയ സയൻറ്റിഫിക് സെൻറ്ററിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഡൈനോസേഴ്സിൻ്റെ മ്യൂസിയം ഉണ്ട്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡൈനോസറിൻ്റെ ഫോസിലുകളൊക്കെ വലിയ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അത്രയുള്ള ഡൈനോസർ ഫോസിലുകളൊക്കെ അവരവിടെ ഖനനം ചെയ്ത് എടുത്തു കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്ന കാരണം അത് ഒരെണ്ണമാണോ, ഏതൊക്കെ ടൈപ്പ്, എത്രയൊക്കെ വലിപ്പമുള്ളത്, നമ്മൾ കണ്ണ് തള്ളിപ്പോവും. അതുപോലെയുള്ള അത്ഭുതങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഈ സയൻസിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് വിശ്വാസം വരും ഈ സയൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇവിടെ വരുമ്പോൾ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. അതല്ലാതെ മനുഷ്യനിർമ്മിതങ്ങളായ കാര്യങ്ങൾ നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് മനുഷ്യനിർമ്മിതങ്ങളായ കാര്യങ്ങൾ നമുക്ക് ഇനി എന്തും പ്രതീക്ഷിക്കാം. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതുണ്ടായി വരും. അതാണ് മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളുടെ ഒരു അവസ്ഥകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രകൃതി എന്ത് തന്നിട്ടുണ്ട്, നേച്ചർ എന്താണെന്നുള്ള അതിലും വലിയൊരു നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവുന്ന കാര്യമാണ്. അത് ക്യൂരിയോസിറ്റി ഇല്ലാത്തവർക്ക് പോലും ഇവിടെ വന്ന് കണ്ടു കഴിയുമ്പോൾ അത് തോന്നും, നമുക്ക് അത്ഭുതം തോന്നും. ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞ ഡൈനോസറിൻ്റെ. മറ്റൊരു ഉദാഹരണമാണ് വേൾഡിലെ ഏറ്റവും പ്രായം കൂടിയ മരം, 2500-3000 വർഷങ്ങളെ പഴക്കമുള്ള സെക്വോയ ട്രീ. അതായത് 30 അടി റേഡിയസ്, 30 അടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, അത്രയും റേഡിയസ് ഉള്ള, അത്രയും ചുറ്റളവുള്ള മരം തടികൾ. അതുപോലെ തന്നെ 300 ഫീറ്റിന് മുകളിൽ ഹൈറ്റുള്ള റെഡ്വുഡ് മരങ്ങൾ. ഇതൊക്കെ കാലിഫോർണിയയിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് ചെറിയ ചെറിയ ഓരോ ഭാഗങ്ങളാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ വന്ന് 1 മാസം നിന്ന് ഇവിടെ ഹൈക്ക് ചെയ്ത യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് ഉണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നമ്മളിത് പറയുമ്പോൾ ഇതിനെ ചെറിയ രീതിയിൽ അതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ എന്ന് തോന്നുന്നവരുണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തവർക്ക് മനസ്സിലാവും അതിൻ്റെ വണ്ടർ എന്താണെന്നുള്ളത്. വലിയ പാറയുടെ മുകളിലൂടെ വെള്ളം ഒഴുകി വന്ന് വരുന്ന ആ ഒരു വ്യൂ, അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും. ഇനിയിപ്പോൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ, സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ പറയുന്ന സയൻസ് മ്യൂസിയത്തിൽ നമ്മൾ പോയി കാലിഫോർണിയ സയൻസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച പല സ്പേസ് ഷട്ടിലുകൾ കാണാം. അതുപോലെ തന്നെ എൻഡവർ എന്ന് പറയുന്ന സ്പേസ് ഷട്ടിൽ കാണാം. അതുകൂടാതെ നമ്മുടെ സൗരയൂഥത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളും ഇതൊക്കെ ഇങ്ങനെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമി ഇത്രയായിട്ടിരിക്കുന്നു, മറ്റേ ബുധൻ ഭയങ്കര വലിപ്പമുള്ള ഒരു ഗ്രഹമായിട്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ റിയലായിട്ട് അവിടെ നമ്മളിതൊക്കെ ആ ഒരു ബഹിരാകാശത്ത് പോയി കണ്ട രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇതുള്ളത്. അതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. തന്നെയല്ല, ഈ കാലിഫോർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് റഷ് എന്ന് പറയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഗോൾഡ് മൈൻ ചെയ്തെടുക്കാൻ ഒരുപാട് ആളുകൾ വന്ന സമയമുണ്ട്. ആ സമയത്തൊക്കെ ഇവിടെ ഗോൾഡിൻ്റെ ഇത് മൈൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ പല രീതിയിലുള്ള കല്ലുകൾ, പല സംഗതികളൊക്കെ കിട്ടിയതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സ്റ്റേറ്റ്
സ്റ്റേറ്റിനും അതിൻ്റേതായ പ്രത്യേകതകളും ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് നമുക്ക് കാണാനുണ്ട്. അതൊന്നും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീരുന്ന ഒരു സംഗതിയല്ല. എന്തിനേറെ പറയുന്നു, അമേരിക്കക്കാർ പോലും കണ്ടു കഴിഞ്ഞ് തീർന്നിട്ടില്ല അമേരിക്കയുടെ വിസ്മയം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്കിവിടെ ഇത് കണ്ടു തീർക്കാൻ പറ്റും എന്നുള്ളത്. എന്ന് വിചാരിച്ച് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ പ്ലാനിങ് ഏത് രൂപത്തിൽ സെറ്റ് ചെയ്തുകൊണ്ട് വരണം എന്നുള്ളതിന് വേണ്ടി മാത്രമാണ്. ഇങ്ങോട്ട് വരാതിരിക്കാനുള്ളൊരു കാര്യമല്ല നമ്മൾ പറയുന്നത്. എങ്ങനെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഫ്രൂട്ട്ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത്. ഇനി ഓരോ മലയാളികളോടും പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും അമേരിക്കയിലേക്ക് വരാനുള്ള വഴികൾ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിലുള്ളതിലുപരി നമ്മുടെ നെയ്ബറിങ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട്. നമ്മുടെ മലയാളികൾ മാത്രമാണ് വളരെയധികം കുറവ്. പിന്നെ ഈസ്റ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് എനിക്ക് അത്ര ഐഡിയ പോരാന്ന് പറഞ്ഞാൽ ഈ ജോലി സംബന്ധമായിട്ട് വന്നിരിക്കുന്ന ആളുകളുടെ ഒരു കൗണ്ടാണ് ഞാൻ പറയുന്നത്. കുറച്ചുകൂടി കൂടുതലുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു പ്രസൻസ് നമ്മുടെ മലയാളികളുടെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക. ഞാൻ തീർച്ചയായിട്ടും, എനിക്ക് ഒരുപാട് കമൻസ് വരുന്നുണ്ട്. ചില സമയത്ത് ചില കമൻസിന് നമ്മളിപ്പോൾ റിപ്ലൈ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഈ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഒരു കാര്യം അറിയാനുള്ളൂ, ചേട്ടൻ ഏത് വിസയിലാണ് പോയത്, എന്താ പറയുക, ചേട്ടൻ എന്താണ് ജോലി, എത്ര രൂപ ശമ്പളമുണ്ട്, ഇത് മാത്രമാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ പല പ്രാവശ്യം നമ്മുടെ ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കാര്യം ഇവിടെ എങ്ങനെ ഇങ്ങോട്ടേക്ക് വരാമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉത്തരം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മളിങ്ങോട്ട് വന്നത്, ഞാൻ പറഞ്ഞു, വൈഫിൻ്റെ ജോലി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ വന്നതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു കമ്പനി ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വന്ന് വർക്ക് ചെയ്തോ എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങോട്ട് വന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഇവിടുത്തെ വിസ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ മലയാളികൾ വളരെ കുറവാണ്. നിങ്ങൾ കാലിഫോർണിയയിലേക്കാണ് വരുന്നതെങ്കിൽ, ലോസ് ആഞ്ചൽസിലാണ് വരുന്നതെങ്കിൽ മലയാളികൾ വളരെ കുറവാണ്. ഉള്ളവർ തന്നെ വളരെ ബിസിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായ ബന്ധമുള്ള ഒരു രീതിയിൽ എനിക്കിവിടെ വന്നിട്ട് തോന്നിയിട്ടില്ല. എല്ലാവരും അവരവരുടെ ജോലിയിൽ തിരക്കായതുകൊണ്ട് അങ്ങനെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനുള്ള ഒരു സാഹചര്യങ്ങൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. അപ്പം നമ്മളിപ്പോൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഒരു വിസയുടെ കാര്യം എങ്ങനെയാണ്, ഒരാൾ പറഞ്ഞു തന്നില്ല അടുത്ത ആളുടെ അടുത്ത് ചോദിക്കാനുള്ള നമുക്കൊരു വകുപ്പുണ്ട്. ഇവിടെ വന്നിരിക്കുന്നവരൊന്നും സ്വന്തം വിസ എടുത്ത് വന്നവരല്ല. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫറായി വന്നവരാണ്. ഭൂരിഭാഗവും കാലിഫോർണിയയിൽ വരുന്നവർ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസാണ്. അപ്പോൾ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് ജോലിക്ക് വന്ന ആളുകൾക്ക് അവർക്ക് വിസ എടുക്കണം എങ്ങനെയാണെന്നുള്ള അറിയില്ല. അവർക്ക് വിസ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അവരിവിടെ വന്നതിന് ശേഷം അവരുടെ പേരൻസിന് അവരിങ്ങോട്ട് കൊണ്ടുവരാൻ നേരത്ത് ആ ഒരു വിസയുടെ കാര്യം മാത്രം അറിയാം. മറ്റുള്ള വിസകൾ എങ്ങനെയാണെന്നുള്ള ഇവർക്ക് ആർക്കും അറിയില്ല. പക്ഷേ നമ്മൾ മലയാളികളെ അപേക്ഷിച്ച് ഇവിടെ ആന്ധ്രയിൽ നിന്ന് വരുന്ന ആളുകൾ അവരാണ് ഇവിടെ നമ്മുടെ ഗൾഫിലൊക്കെ മലയാളികൾ ഭരിക്കണ്ടല്ലോ, ആ ഒരു രീതിയിൽ അമേരിക്കയിൽ ഒരു ഭരണം നടത്തുക എന്ന് പറയുന്നത്, അതായത് ഭരണമല്ല, അമേരിക്കയിൽ എങ്ങനെ എന്തൊക്കെ ചെയ്യാമെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവർ ആന്ധ്രാക്കാരാണ് ഞാൻ മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവർക്കറിയാം. പിന്നെ നമ്മൾക്കും ഒരു പക്ഷേ അവർ അങ്ങനെ കറക്റ്റ് പറഞ്ഞു തന്നോളണമെന്നില്ല. കാരണം നമ്മളും ഇപ്പോൾ നമ്മളുടെ മലയാളികൾക്കാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. നമ്മളാണെങ്കിലും നമ്മളിപ്പോൾ മലയാളികളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന പോലെ അവരുടെ ആളുകളെയാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് പോയിട്ട് കുറേ ഡീറ്റെയിൽസ് ഒന്നും അറിയാനും ചോദിക്കാനൊന്നും പറ്റില്ല. കാരണം ഇവരെല്ലാം ഈ പ്രൊഫഷണൽ രീതിയിലുള്ള ആൾക്കാരാണ്. പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമുക്ക് ബന്ധമുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും അവരെ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുള്ള ഒരു തോന്നൽ ഒരു പക്ഷേ അവർക്ക് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട് എങ്ങനെ നമുക്ക് ഈ വിസ എടുത്തിട്ട് ഇങ്ങോട്ട് വരാമെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട്. അപ്പം നിങ്ങൾക്കറിയാം, നാട്ടിൽ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ഏജൻസികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ട്രിപ്പായിട്ട് വരാനാണ്, ജോലി സംബന്ധമായിട്ട് വരാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്.
ജോലി സംബന്ധമായിട്ട് വരാനുള്ളതും അവിടെ നിന്ന് നഴ്സുമാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പണ്ട് മുതലേ വരുന്നുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അവരുടെ നെറ്റ്വർക്കിലുള്ളവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അതല്ലാതെ മറ്റുള്ള ഒരാളുകളെ കൊണ്ടുവരാം, മലയാളികളെ കൊണ്ടുവരാം, ആ ഒരു മാനസികാവസ്ഥയിൽ മലയാളികൾ വളരെ പിന്നോക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇത്രയും ഇവിടെ ഉണ്ടെന്നുള്ളത്, ഈവൻ നേപ്പാളിൽ നിന്നുള്ള ആളുകൾ, മ്യാൻമാറിൽ നിന്നുള്ള ആളുകൾ, അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ, എന്തോരം ജനങ്ങളെ ഇവിടെയുള്ളതെന്നറിയോ. അപ്പം നമ്മളൊക്കെ മലയാളികളൊക്കെ ഇത്രയ്ക്ക് പൊട്ടന്മാരാണോ നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഇവിടെ വന്നിട്ട് അത്യാവശ്യം എല്ലാവരും നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്, നല്ലൊരു ലൈഫ് സ്റ്റൈലുണ്ട്, നല്ല രീതിയിൽ ജീവിക്കുന്നു. പിന്നെ നിങ്ങൾ ഈ വെടിപൊട്ടിക്കുന്ന കാര്യം ഇതൊക്കെ പറഞ്ഞ് അതൊക്കെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ അതൊക്കെ ഇത്രയും വലിയ രാജ്യത്ത് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ നമുക്കത് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. വളരെ സേഫായിട്ട് തന്നെ, അടിപൊളിയായിട്ട് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിസയെ കുറിച്ച് പറയുമ്പോൾ വിസ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി. സ്റ്റുഡൻറ്റ് വിസേനെക്കുറിച്ച് ഒരു നോർത്ത് ഇന്ത്യൻ ഒരാളെ പരിചയപ്പെട്ട് അവസാനം ഞാൻ അയാളായിട്ടൊരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് അതുവരെയും പുള്ളി ഭയങ്കര റെഡി ആയിരുന്നു. പിന്നെ ഞാനൊന്ന് സമയം റെഡിയായി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്ത് വരാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അത് വിട്ട് കളഞ്ഞു. അതായത് നമുക്ക് ട്രസ്റ്റ് ഉള്ള ഒരാളെ വെച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും വിളിച്ചിട്ട് ചെയ്തിട്ട് അവർ പറയണത് റോങ് ആണെങ്കിൽ പിന്നെ നമ്മുടെ ആളുകൾ അതിൻ്റെ അകത്ത് പെട്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഫേസ്ബുക്കിൽ എനിക്കൊരു മലയാളി ആളുകളുടെ ഒരു വിസ എടുക്കുന്ന ഒരാളുകളുടെ ഒരു കോണ്ടാക്റ്റ്, അവരൊരു ആഡ് വന്നു, പോപ്പപ്പ് വന്നു. ഞാനപ്പോൾ തന്നെ വിളിച്ചു. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചെയ്യുന്ന ആളാണ്, നിങ്ങളിങ്ങനെ വിസ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് മലയാളികൾക്ക് ഗുണം ചെയ്യും, അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി എനിക്ക് വിസ അവർക്ക് മോണിറ്ററി പൈസപരമായിട്ട് പെട്ടെന്നൊരു ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ടെന്ന് ഇതില്ലാത്ത രീതിയിലേക്ക് അവരുടെ സംസാരം വന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ ഫോൺ അധികം ദീർഘിപ്പിച്ചില്ല. ഞാൻ കട്ട് ചെയ്തില്ല, ഫോൺ തന്നെ കട്ടായി. അവർ കട്ട് ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത് വിളിച്ചിട്ട് എടുത്തില്ല. അപ്പം ഇതൊക്കെയാണ് മലയാളികളായിട്ടുള്ള ആളുകൾ. അവർ ഞാൻ പറയുന്നില്ല ഇവിടെ ലൊക്കേഷൻ എന്ന് പറയുന്നില്ല എന്താണെങ്കിലും. അപ്പം ഇവിടെ അവർ അമേരിക്കയിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, അവർ കേരളത്തിലുണ്ടായിരുന്ന ആളുകളാണ്. അപ്പം ഇവർക്കൊന്നും ഒരു കാര്യം വിശദമായിട്ട് പറഞ്ഞു തരാനുള്ളൊരു താല്പര്യമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് എങ്ങനെ എടുത്ത് തരും? നമ്മൾ ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ഒരു ഓഫീസിൽ പോയി പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഇപ്പോൾ നമുക്കൊരു പൈസ അടയ്ക്കണമെങ്കിൽ കൂടി നമുക്കൊരു ഓഫീസിൽ പോയി ഡയറക്റ്റ് ചോദിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ഓഫീസുകളുണ്ട്. നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറി ഈവൻ നമുക്ക് ട്രാഫിക് ഫൈൻ കിട്ടിയാൽ പോലും നമുക്കതിൻ്റെ പൈസ അടയ്ക്കണമെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ കയറിയിട്ട് അടയ്ക്കണം. നമുക്ക് അതിൻ്റെ ഒരു ലൊക്കേഷൻ എവിടെയാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈവൻ വെബ്സൈറ്റിൽ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് വീണ്ടും എന്നാണോ ഇത് അപ്ഡേറ്റ് വരുന്നത് ആ സമയത്തൊക്കെയാണ് അടയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് പോയി ആ ഫൈൻ വലിയ പ്രശ്നത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് അടച്ച് തീർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. അതായത് നമുക്ക് നേരിട്ടൊരു ഓഫീസിൽ പോയിട്ട് നമുക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ അതിവിടെ നടക്കില്ല. നമുക്കിവിടെ നല്ല നെറ്റ്വർക്കുള്ള ആളുകളെ, നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യുന്ന ആളുകളെ ഒക്കെ ഇപ്പോൾ അവിടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ട്രിപ്പായിട്ട് പോകുന്നത് ഇപ്പോൾ ബെന്നി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രിപ്പൊക്കെ ഉണ്ടെന്ന് പറയാം. എൻ്റെ റേറ്റൊന്നും കാര്യങ്ങളും എനിക്കറിയില്ല. അപ്പോൾ അവരൊക്കെ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നമ്മുടെ ബൈജു നായർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നെ കുറച്ച് പുള്ളിയുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ട്രിപ്പിൻ്റെ പല സമയത്ത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു നല്ല രീതിയിലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ചാർജ് വാങ്ങുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഇതാണ് വിസയുടെ സാഹചര്യം. അപ്പോൾ നമുക്ക് ജോലി സംബന്ധമായിട്ട് ഈ ഹൈദരാബാദ്, തെലങ്കാന ഇത് രണ്ടും ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് കംപ്ലീറ്റ് ജോലിക്കാരും വരുന്നത്. അപ്പം അവിടെ പൈസ കൊടുത്തിട്ട് കയറി വരുന്ന ഒരുപാട് പേരുണ്ട്. അത് ഏത് രീതിയിലാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. ഒരാൾ നമ്മുടെ ഈ ഒരു ഇത് വെച്ചിട്ട് അവിടെയുള്ള ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന IT-യിൽ വർക്ക് ചെയ്യുന്നവർ പ്രോപ്പറായിട്ട് തന്നെ ഇങ്ങോട്ട് വരുന്നവരാണ് കൂടുതൽ. അവിടെ നിന്ന് വരുന്നവർ ഐ ബിലീവ് നമ്മൾ ആരെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട്
അവിടുന്ന് ഇൻ്റർവ്യൂ സെറ്റാക്കി കാശ് കൊടുത്ത് ആ രീതിയിലൊക്കെ ജോലിക്കായിട്ട് വരുന്ന ആളുകളും ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷനിൽ നിങ്ങൾ തൽക്കാലം ഇപ്പോൾ ഈ ഒരു ട്രംപ് ഭരണകൂടത്തിൻ്റെ ഒരു നിലവിലെ സാഹചര്യത്തിൽ ഇപ്പം വിസയുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ജോബ് വിസയുടെ കാര്യം ഇപ്പം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് കുറച്ച് മറ്റേ എഡ്യൂക്കേഷൻ വിസ കൂടി ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പം നിലവിൽ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിലേക്ക് ഇപ്പം അഗ്രസീവായിട്ട് പോകാതിരിക്കുക. പക്ഷേ ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം കൂടി നമ്മുടെ സുഹൃത്തിൻ്റെ പേരൻസിനൊക്കെ ഫാമിലി വിസ റെഡിയായി. അങ്ങനെ ഒരുപാട് മറ്റ് സാധാരണ വിസകളുടെ പ്രോസസ്സിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ മുമ്പും ഉണ്ടായിരിക്കാം. പിന്നെ ഇപ്പോൾ ഈ ഒരു ട്രംപിൻ്റെ പ്രശ്നം വന്നതിന് ശേഷം ഇത് കുറച്ച് അഗ്രസീവായതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് പറഞ്ഞു തുടങ്ങിയത്. അതല്ലാതെ വിസകളൊക്കെ അവിടെ നിന്ന് ഇപ്പോഴും പാസ്സാവുന്നുണ്ട്. മിനിഞ്ഞാന്ന് വരെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പേരൻസിൻ്റെ വിസ പാസ്സായി. അത് കൂടാതെ എന്താ പറയുന്നത്, നമ്മളറിയാവുന്ന ഒരാളുടെ അല്ല ഒരുപാട് ഫാമിലീസിൻ്റെ പേരൻസിൻ്റെ വിസ പാസ്സായിട്ടുണ്ട്. അപ്പോൾ വിസയ്ക്കൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ജോലിക്ക് വരാനായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഏജൻസിയോ ഒരു സ്ഥാപനമോ നന്നായിട്ട് വരുവാണെങ്കിൽ നമുക്ക് അവരായിട്ട് സംസാരിച്ചിട്ട് ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ പറയാം. പക്ഷേ നമ്മളിവിടെ കഴിഞ്ഞ ദിവസം വന്നു എന്ന് പറയുന്ന മലയാളികൾ അവർ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്തിട്ട് അമേരിക്കൻ വിസ പാസ്സായി അവർ ഇവിടെ വന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകളുമുണ്ട്. പിന്നെ ഒരുപാട് പേര് ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ വിസ പാസ്സായിരിക്കുന്നവരുണ്ട്. അപ്പം അവരിതുവരെ അമേരിക്കയിലേക്ക് വരാത്തവരുണ്ട്. അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് നിങ്ങൾ പോവുക. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം വന്നു എന്നുള്ളതായി. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ട്രംപിൻ്റെ നിയമങ്ങളും മാറ്റങ്ങളും ഒക്കെ വരുമ്പോൾ ഉള്ള വിസ വരെ ക്യാൻസൽ ചെയ്ത് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചുകൂടിയും ഒരു എവിഡൻ്റായിട്ട് ഇരിക്കും, ഒരു എവിഡൻസ് ആയിരിക്കും നിങ്ങൾക്ക് പിന്നീട് വരാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ എഡ്യൂക്കേഷണൽ വിസയിലാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങളായിട്ട് പറയണമെങ്കിൽ നമ്മളതിനകത്ത് പ്രൊഫഷണൽ ഒരാളല്ല. ഏകദേശം ഒരു 50 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു നല്ല കോഴ്സിന് പഠിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. 10 ലക്ഷം 15 ലക്ഷം രൂപയൊക്കെ പോകാൻ ഉണ്ടെന്നൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് പലരും ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ്, അതല്ലെങ്കിൽ അതുകൊണ്ട് ആ ഒരു വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവിടെ ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റുമോ, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളറിയുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ നെറ്റ്വർക്കിലൊക്കെ വരുന്ന ആളുകളുടെയൊക്കെ മക്കളൊക്കെ പഠിക്കുമ്പോൾ ഒരു 40-50 ലക്ഷം രൂപയൊക്കെ എക്സ്പെൻസ് വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത്രയും കൊടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ കോഴ്സ് കഴിഞ്ഞ് ഇത്ര സമയത്തിനുള്ളിൽ ജോലിക്ക് കയറണമല്ലോ, ആ ഒരു സമയത്തിനുള്ളിൽ ജോലിക്ക് കയറാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട് ഇപ്പം നിലവിൽ. അത് ട്രംപ് വന്നതുകൊണ്ട് മാത്രമല്ല, ഒരു ചെറിയൊരു സാമ്പത്തിക മാന്ദ്യം മുന്നിൽ കാണുന്നൊരു സാഹചര്യം കമ്പനികൾക്കുള്ളത് കൊണ്ട് അവർ റിക്രൂട്ട്മെൻറ്റൊക്കെ സ്റ്റോപ്പല്ല ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എഡ്യൂക്കേഷൻ വിസയിൽ വരുമ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ മാത്രം വിചാരിച്ചിട്ട് വരാതിരിക്കുക. എന്തായാലും പ്രോപ്പറായിട്ടുള്ള ഈ വിസയുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ വരിക. പക്ഷേ വരാനായിട്ട് നല്ല സാഹചര്യങ്ങളുണ്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം ബിസിനസ് വിസ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ B1 B2 ആ ഒരു വിസയെങ്കിലും എടുത്ത് വരാൻ കഴിയുന്നവർ എത്രയും വേഗം വിസ എടുക്കുക, ഇങ്ങോട്ട് വരിക, അമേരിക്ക എന്താണെന്ന് മനസ്സിലാക്കുക. ഇവിടെ വന്നിട്ട് ബിസിനസ് ചെയ്യാനുള്ളവർക്ക് ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടുന്ന് ബിസിനസ് പഠിച്ചിട്ട് പോകാനുള്ളത് ചെയ്യുക. ഇവിടെ വന്ന് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പോവുക. കുറച്ച് ആളുകളെങ്കിലും ഇവിടെ വന്ന് പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾക്ക് ഒരു അവബോധം വരും എങ്ങനെയാണ് അമേരിക്ക എന്നുള്ളത്. അപ്പോൾ നമുക്ക് മറ്റുള്ള ആളുകൾക്കും അത് ഇങ്ങോട്ട് വരാനും ഇവിടെ വന്ന് രക്ഷപ്പെടാനും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ട്രിപ്പായിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് തീരുമാനിക്കുക. നിങ്ങൾ ഈസ്റ്റ് സൈഡിലേക്കാണോ വരുന്നത് അതോ വെസ്റ്റ് സൈഡിലേക്കാണോ വരുന്നത് എന്നുള്ളത് തീരുമാനിക്കുക. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സമയത്തെ വെതർ എന്താണെന്ന് നോക്കുക. ഇതൊക്കെ നിങ്ങൾ ട്രിപ്പിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഹിച്ച് ഹൈക്കൊക്കെ ചെയ്ത് വരുന്നവർക്ക് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് ഹിച്ച് ഹൈക്ക് ചെയ്ത് വരുന്നവർക്കൊക്കെ പോകാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹിച്ച് ഹൈക്കൊക്കെ ചെയ്ത് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് തോന്നുന്നത് ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് ഉണ്ടല്ലോ, പുള്ളിക്കാരനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെയൊക്കെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ മലയാളികളെ മാത്രം ഉദ്ദേശിച്ച് പോകുന്നവരെല്ലാം ഏതൊരു സാഹചര്യത്തിലും എല്ലാവരെയും ബന്ധപ്പെട്ട് സംസാരിച്ച് പോകുന്ന ഒരു രീതിയിലൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ കവർ ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ എങ്കിലും മൊത്തത്തിൽ നടക്കില്ല. കാരണം ഇവിടെ ഒരു നാഷണൽ പാർക്കിൽ ചെല്ലുമ്പോൾ മൈലുകൾ കണക്കിനുള്ളൊരു സ്ഥലമായിരിക്കും. അവിടെ നമ്മളെ ഇപ്പോൾ ഹിച്ചൈക്ക് ചെയ്ത് പോണ പോലെ ഇവിടെയുള്ള ഫാമിലീസൊന്നും അത്രയും ദൂരമുള്ളൊരു സ്ഥലത്തേക്കൊന്നും പ്രൈവസിയും പല കാരണങ്ങളുകൊണ്ടും രണ്ടുപേരുടെയും പ്രൈവസിയും സെക്യൂരിറ്റിയും പ്രശ്നങ്ങൾ കൊണ്ടും പിന്നെ ഓരോ സ്ഥലത്തുള്ള നാഷണൽ പാർക്കിൻ്റെ പെർമിറ്റുകൾ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ അവരാണെങ്കിൽ കൂടി നിങ്ങളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അങ്ങനെ വളരെ ഈസി ആയിട്ട് ഇതെല്ലാം കവർ ചെയ്തിട്ട് പോകാൻ സാധിക്കില്ല. നിങ്ങൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ സ്ഥലത്തുള്ള എന്താണെന്നുള്ളത് നോക്കിയതിന് ശേഷം വ്യക്തമായി സ്വന്തമായിട്ട് പോകാനുള്ള പൈസയും സമയവും കണ്ടെത്തി വന്ന് പോകണതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഒരു പ്ലസ് ആയിട്ട് മാത്രം കണക്കാക്കുക. അതല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു മീഡിയം രീതിയിൽ നമ്മളിപ്പോൾ ഒരു ലഞ്ച് കഴിക്കണമെങ്കിൽ ഒരു $15 വേണം. ഇനിയിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിലും ഏകദേശം ഒരു $10 to $15 വേണം. ജസ്റ്റ് ഒരു ബർഗറും വെള്ളം കുടിക്കണമെങ്കിൽ തന്നെ ഒരു $10 വേണം. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണ രീതി. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം ചിന്തിക്കാതിരിക്കുകയാണ് ഭേദം. കാരണം എങ്ങനെ കൊല്ലാം എന്നുള്ളത് നോക്കിയിട്ടാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകാർ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ ഇരിക്കുന്നത്. ഒരു രീതിയിലും നമുക്ക് ഒരു സാധാരണ ലൈഫിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ഏറ്റവും എക്സ്പെൻസീവ്, നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നമുക്ക് മലയാളി ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ച് ആ ഒരു പൈസ നമ്മൾ മാറ്റി വെച്ച് പോയി കഴിക്കാൻ അത് സാധിക്കും. അതല്ലാതെ നിങ്ങൾ ഇവിടെ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് എക്സ്പെൻസീവാണ്. ഒരു ബിരിയാണിക്കൊക്കെ തന്നെ $15 തുടങ്ങും. മറ്റേതാണെങ്കിൽ 2 ബർഗറും ഫ്രൈസും നമുക്ക് കഴിക്കാൻ പറ്റും. ഈ പറയുന്ന $15 ഉണ്ടെങ്കിൽ 2 പേർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഫുഡിൻ്റെ കാര്യങ്ങളും ഈ രൂപത്തിലാണ്. പിന്നെ എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു സുഖമില്ലാതായി കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവായിരിക്കും ഡോക്ടറെ കാണാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ. അതിപ്പോൾ നിങ്ങൾ തന്നെ വരുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ആക്സിഡൻറ്റോ ഒന്നും വരാതിരിക്കട്ടെ, നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം, അതുകൊണ്ട് പറയുന്നതാണ്. ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വല്ലാത്ത ഒരവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ റെൻറ്റിന് എടുക്കുമ്പോൾ, വണ്ടി റെൻറ്റിന് എടുക്കുവാണെങ്കിൽ ടോട്ടൽ ലോസ് വന്നാലും ഒരു പൈസ പോലും കയ്യിൽ നിന്ന് കൊടുക്കേണ്ടാത്ത രീതിയിലേക്ക് ഉള്ള റെൻറ്റിനുള്ള വണ്ടി എടുക്കുക. ആ വണ്ടി എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. അതിനുള്ള പ്രീമിയം കൂടി ചിലപ്പോൾ $10 $20 മേ ബി ഡെയിലി എക്സ്ട്രാ ആവുമായിരിക്കും. നെവർ മൈൻഡ്. കാരണം അത് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നാൽ പിന്നെ അത് വലിയ പ്രശ്നമായി പോകും, വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് എടുക്കുക. നാട്ടിൽ നിന്ന് നിങ്ങളിവിടെ വന്ന് താമസിക്കുമ്പോൾ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഒരു വീട്ടിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവിടുത്തെ ഹസ്ബൻഡിന് നിങ്ങളെ താമസിപ്പിക്കണമെന്നുണ്ട്. ചിലപ്പോൾ വൈഫിന് താല്പര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ ഹസ്ബൻഡിന് വൈഫിന് താല്പര്യം ഉണ്ടാവും, മക്കൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അതിപ്പോൾ ഇവിടെയുള്ള ഹ്യൂമൻ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് ഇവിടെയുള്ള കുട്ടികൾക്കും ഒക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് ഒരാൾ വന്ന് താമസിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് അവർ നമ്മുടെ അടുത്ത് പേരൻസിൻ്റെ അടുത്ത് പറയും. അതല്ലെങ്കിൽ എന്താ പറയുന്നത്, അത് പല രീതിയിലും ഇവർക്ക് അത് വേണ്ടാന്ന് വയ്ക്കാനും അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകാനൊക്കെ കഴിയും. അപ്പോൾ അതുകൊണ്ട് ചിലരൊക്കെ നിങ്ങളുടെ അടുത്ത് താമസിക്കാൻ പറഞ്ഞാലും അപ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് അവർ താമസിക്കാനുള്ളൊരു കാര്യം റെഡിയാക്കുന്നത്. അതല്ല, ചിലപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുമുണ്ട്. എങ്കിലും നമുക്ക് 100% നിങ്ങൾ വീടുകളിൽ നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ എന്താ പറയുന്നത്, ഇനിയിപ്പോൾ ഇവിടെ നമ്മളൊരു വീട്ടിൽ താമസിച്ചു, ആ താമസിച്ചിട്ട് എല്ലാ ആൾക്കാരും അല്ലാട്ടോ, മലയാളികളൊന്നും അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും. നമ്മൾ താമസിച്ചു, ഇനി എന്നിട്ട് അവസാനം അവർ നമ്മളെന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പോലീസിൽ നിങ്ങൾ വരുന്ന ആളുകൾ കൊടുങ്ങും. ഇനി അതല്ല, നിങ്ങൾ താമസിക്കുന്ന ആൾക്കാർ പറയാണ് എന്നെ ഇവിടെ താമസിപ്പിച്ചിട്ട് എന്നെ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ വീട്ടുകാരും കൊടുങ്ങും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നിയമത്തിനൊക്കെ ഭയങ്കര വാല്യൂ ആണ്. അപ്പോൾ ചെറിയൊരു നോട്ടം കൊണ്ടോ ചിരി കൊണ്ടോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും ആൾ കുടുങ്ങിപ്പോവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നൂലാമാലകളുണ്ട്. പിന്നെ ഒരാൾക്കും ഒരു പരിധി വിട്ട് മേ ബി ഒരാഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതലൊന്നും നിർത്താനോ അല്ലെങ്കിൽ ഒന്നിനും സാധിക്കില്ല. അപ്പോൾ ഒരാഴ്ച പോലും സാധിക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ ഇപ്പം ഒരു ഫാമിലിയിലാകുമ്പോൾ കുട്ടികൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഇവരെല്ലാവരും ഉണ്ടാകും, പഠിക്കുന്നവരുണ്ടാകും, പല ചിലപ്പോൾ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇവർക്കൊക്കെ ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ, നിങ്ങളൊരു ടൂറിസ്റ്റ് വന്ന് ഇവിടെ നിന്നു, അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്, ചിലപ്പോൾ ഒരു പക്ഷേ അവർ പറയില്ല, അവർ പിന്നീട് അത് പേരൻസിൻ്റെ അടുത്ത് ചിലപ്പോൾ പറയില്ല, പിന്നീട് അവരത് റിയാക്ട് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും. അത് അവരുടെ ഫാമിലിയെ തന്നെയൊക്കെ ബാധിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പരമാവധി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന മലയാളി കൾച്ചറിൽ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി നിൽക്കുക, അതൊന്നും ഇവിടെ നടക്കില്ല. നമ്മളൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്താണ്. നമ്മളൊരു വീട്ടിൽ പോയി നിന്നു എന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു മലയാളി പരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ഒന്നും നടക്കാനുള്ള സാധ്യതകളില്ല. അത് മലയാളികൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, ഈ ഒരു കോൺട്രാസ്റ്റ് വരുന്നതുകൊണ്ടാണ്. നമ്മുടെ മലയാളി കൾച്ചറും ഇവിടുത്തെ കൾച്ചറും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇവിടെ ഓടാതെ വരുന്നൊരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് വരാനും നിങ്ങൾ സ്വന്തമായിട്ട് നിൽക്കാനും താമസിക്കാനും കറങ്ങാനുമുള്ള സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടെത്തുക. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ ഒരു $100 ഒരാൾക്ക് തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് യഥാർത്ഥത്തിൽ $100 എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ സംഭവമല്ല. എന്നാൽ $100 എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ സംഭവമാണ്. എന്നാൽ ഈ $100 എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് തന്നെ ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭയങ്കര ഒരു എമൗണ്ടുമാണ്. കറക്റ്റ് അല്ലേ? കാരണം ഇപ്പം നമ്മുടെ ഈ ഒരു കാറിന് തന്നെ ഒരു ഗ്യാസ് അടിക്കണമെങ്കിൽ നമ്മുടെ ഈ വണ്ടിക്കൊരു $70 വരും ഏകദേശം. ഇത് ഈ വണ്ടിയുടെ ഒരു ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ $70 എന്ന് പറയുമ്പോൾ ഇതിനൊരു 300 മൈലാണ് ഇവിടെ പോകുന്നത്. 300 മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിഫോർണിയയിൽ ഞാനിവിടെ നിൽക്കുന്നത് റെഡ്ലാൻഡ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ലോസ് ആഞ്ചൽസിൽ നിന്ന് മാറി നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ വളരെ അധികം ദൂരമുള്ളതല്ല, ഞാൻ മിക്കപ്പോഴും വരുന്ന സ്ഥലമാണ്. ഇവിടെ വരെ വരണമെങ്കിൽ നമുക്കൊരു 50 മൈൽ വേണം. അപ്പോൾ ഇവിടെ വന്ന് പോകുമ്പോൾ 100 മൈലായില്ലേ, ഒരു 3 പ്രാവശ്യം വരാനുള്ള ഗ്യാസേ അതുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. നമുക്ക് ഇത്രയും 3 പ്രാവശ്യം ഇവിടെ വന്നു പോകാനുള്ള ഗ്യാസിന് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ട്രിപ്പ് പോയി ഇവിടെ തീരാൻ പറ്റുമോ? അത് സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അമേരിക്കയിൽ നമ്മളിപ്പോൾ മലയാളികൾ മാത്രമല്ല, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ മാത്രമല്ല കേട്ടോ, ഇവിടെ നമ്മളാണ് ഇത്രയെങ്കിലും കുറച്ച് ട്രിപ്പ് പോകുന്നത്. ഇവിടെ ഒരു ബഡ്ജറ്റ് ട്രാവലിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ നടക്കില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഹിച്ച് ഹൈക്കിങ്ങിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ലോറിയിൽ വന്ന് കയറിപ്പോവാം. ലോറിയിൽ കയറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോരം സ്ഥലങ്ങൾ കാണാൻ പറ്റും. അത് ഞാനിതുവരെ ഒരു ലോറി ഡ്രൈവറെ പോലും ഞാനിവിടെ പരിചയപ്പെട്ടിട്ടില്ല കേട്ടോ. എനിക്ക് പരിചയപ്പെടാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, എനിക്ക് അതിനുള്ള നെറ്റ്വർക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മലയാളികൾ പൊതുവേ കുറവാണ് ലോസ് ആഞ്ചൽസ് ഏരിയയിൽ. അപ്പോൾ അങ്ങനെ ലോറികൾ പോയി കഴിഞ്ഞാൽ ലോറികൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് 3, 4, 5 ദിവസത്തെ ട്രിപ്പ് ഒരൊറ്റ ട്രിപ്പായിട്ട് പോവാണ്. അവിടെ പോയാലും ആ ഒരു സ്ഥലത്ത് പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ ഈ റൂട്ടിൽ പോകാം, അങ്ങനത്തെ പ്ലാനൊന്നും ഇവിടെ നടക്കില്ല. കാരണം ആ റൂട്ടിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ആയിരക്കണക്കിന് മൈൽ ദൂരം ഉണ്ടാവും. അതല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു സ്പോട്ടിലായിരിക്കും നമ്മൾ ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് ചിലപ്പോൾ ബസ് ഉണ്ടാവില്ല. കാരണം ഇവിടെ അത്രയും വലിയൊരു രാജ്യമല്ലേ. നമ്മുടെ ഈ സിറ്റിയിൽ കണക്ട് ചെയ്തിട്ടുള്ള ബസ് സർവീസ് അല്ലാണ്ട് വേറെ ഓരോ ടൂറിസ്റ്റ് പ്ലേസിലേക്കുള്ള ബസ് സർവീസൊക്കെ ആ ഏരിയയിൽ മാത്രം ചിലപ്പോൾ കുറച്ചുണ്ടാകും. പക്ഷെ എന്നാലും ഇതൊന്നും റിലേ ചെയ്ത് നമുക്കിവിടെ യാത്ര ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അമേരിക്കയിലേക്ക് ട്രിപ്പ് വരാനായിട്ടും ഇവിടെ കറങ്ങാനായിട്ടും വരുന്നവർ, നിങ്ങൾ അമേരിക്കയിൽ എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് തീരുമാനിക്കുക, എന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് തീരുമാനിക്കുക, എത്ര എമൗണ്ട് വേണ്ടി വരുമെന്നൊന്ന് ബഡ്ജറ്റ് ചെയ്യുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് മാത്രം വരിക. നിങ്ങളൊരു വിസ കിട്ടിക്കഴിഞ്ഞാൽ ഓടിച്ചാടി അമേരിക്കയിലേക്ക് വന്ന് എല്ലാം മറിച്ചിട്ട് പോകാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഞാനിത് ഇങ്ങനെ പറയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോലും അങ്ങനെ ഇപ്പം നമുക്ക് ഞാൻ ഒരുപാട് അത്യാവശ്യം രാജ്യങ്ങളിലൂടെ പോയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിന് മുമ്പാണെങ്കിലും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മനസ്സാന്നിധ്യം അല്ലെങ്കിൽ നമ്മളങ്ങനെ പോയിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സാന്നിധ്യം ഉണ്ടായിട്ട് കാര്യമില്ല. കാലാവസ്ഥയും പൈസയും സമയവും ഒക്കെ വലിയൊരു ഘടകമാണ് ഇവിടെ. തന്നെയല്ല, നമുക്ക് മറ്റൊരാൾ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് വളരെ കുറവായിരിക്കും. പിന്നെ നിങ്ങളിനി അമേരിക്കയിലേക്ക് വന്നിട്ട് ഇവിടുത്തെ എല്ലാ നാഷണൽ പാർക്കുകളും എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് നമ്മുടെ എല്ലാ നാഷണൽ പാർക്കും പോകണമെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു $80 ആനുവൽ പാസ് കിട്ടും. അപ്പോൾ 100 കണക്കിന് നിങ്ങൾക്ക് നാഷണൽ പാർക്കുകൾ നിങ്ങൾക്ക് ആ ഒരു പാസ് വെച്ചിട്ട് കയറാൻ പറ്റും. അത് ഒരാൾക്കല്ല ആ പാസ് കിട്ടുന്നത്. നമ്മൾ ആ ഒരു പാസ് എടുക്കുമ്പോൾ ആ വണ്ടിയിൽ ആളുണ്ടെങ്കിൽ ആ വണ്ടിയിലുള്ള എല്ലാവർക്കും ആ പാസ് ഉപയോഗിച്ചിട്ട് അവിടെ കയറാൻ പറ്റും. ഇനിയിപ്പോൾ അത് നിങ്ങൾ എടുത്തില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഗ്രാൻഡ് ക്യാനിയൻ പോകണമെങ്കിൽ അവിടെ ഒരു $35,
റെഡ്വുഡ് നാഷണൽ പാർക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു $35, യെല്ലോ സ്റ്റോൺ പോവുകയാണെങ്കിൽ അവിടെ $35. ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്തും സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും. അത് വലിയൊരു എക്സ്പെൻസാണ്. തന്നെയല്ല ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ അവിടെയൊക്കെ ഒരു പാസ് എടുത്തിട്ട് വേണം മിക്ക സ്ഥലത്തും കയറാനായിട്ട്. $20, $30 ഇതൊക്കെ വരും. എല്ലായിടത്തും അത്രയല്ല എന്ന് വിചാരിച്ച് പാസ് ഇല്ലാതെ പോകാൻ പറ്റിയ സ്ഥലങ്ങളുമുണ്ട്. ഇനിയിപ്പോൾ ഈ നമ്മൾ പറയുന്ന നാഷണൽ പാർക്കിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളിനിയിപ്പോൾ ഒരു 9 മണിക്ക് നാഷണൽ പാർക്ക് തുറക്കണമെങ്കിൽ നമ്മൾ 9 മണിക്ക് മുമ്പും അവിടെ കയറാൻ പറ്റും. മിക്ക സ്ഥലത്തും അങ്ങനെയുള്ള സ്ഥലത്ത് കയറാൻ പറ്റും. അത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതല്ല. ഇൻ കേസ് നിങ്ങൾ 9 മണിക്ക് മുമ്പാണ് പോകുന്നതെങ്കിൽ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ടോൾ ബൂത്ത് പോലെ ആയിരിക്കും ഇത് ഇരിക്കുന്നത്. അവിടെ ആ ടോൾ ബൂത്തിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കങ്ങ് കടന്നു പോകാം. പക്ഷേ അങ്ങനെയൊന്നും ഇവിടെയുള്ളവർ അധികം ചെയ്യൂല. പക്ഷേ എന്നാലും നമുക്ക് വേറെ നിവൃത്തികേട്, നമ്മൾ തലേദിവസം രാത്രി ചെന്ന് ലേറ്റായിട്ട് നിൽക്കുകയാണ്, നമുക്ക് ഇനി അവിടെ നിൽക്കാൻ സ്ഥലമില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കയറി പോകുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കയറിപ്പോകാൻ വേറെ ആരും നിങ്ങളുടെ അടുത്ത് വിളിച്ചിട്ട് നമുക്ക് നിങ്ങളുടെ ടിക്കറ്റ് എവിടെ, അത് അങ്ങനെയൊന്നും ചോദിക്കുന്ന പരിപാടിയില്ല. ഒരു സ്ഥലത്തും അങ്ങനെ ചോദിക്കില്ല. ഇവിടെ യാത്ര ചെയ്യാനായിട്ടാണെങ്കിൽ ഏറ്റവും ഇപ്പോൾ കുറച്ച് ലോങ് ഡിസ്റ്റൻസിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ഏറ്റവും റേറ്റ് കുറവ് വിമാനം തന്നെയാണ്. ബസ്സിലാണെങ്കിൽ പെട്ടെന്ന് നാളെ മറ്റന്നാളത്തേക്കുള്ള ടിക്കറ്റൊക്കെ എടുക്കണമെങ്കിൽ നല്ല റേറ്റ് വരും. ബസ്സിൽ അങ്ങനെ അധികം ആളുകൾ പോക്ക് കുറവാണ് ഇവിടെ. ട്രെയിനാണെങ്കിൽ പറയണ്ട, വിമാനത്തിൻ്റെ ഒരു 3 times ഒക്കെ എക്സ്പെൻസാണ് ട്രെയിനിൽ പോകണമെങ്കിൽ. നേരെ മറിച്ച് നിങ്ങൾ ലോക്കൽ ഇപ്പോൾ ലോസ് ആഞ്ചൽസിൽ ഇറങ്ങി ലോക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ മെട്രോയൊക്കെ ഉണ്ട്. അതൊക്കെ വെറും $3 ഒരു ദിവസം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. ആ രീതിയിൽ ആ മെട്രോയും യൂസ് ചെയ്യാം. മെട്രോ ലിങ്ക് ബസ്സുകളും എല്ലായിടത്തും ഇവിടെ ഉണ്ട്. അപ്പോൾ ആ $3 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലായിടത്തും കറങ്ങാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ അതിന് ലോങ് ഡിസ്റ്റൻസാണ്. അതിനൊക്കെ വലിയ എക്സ്പെൻസാണ്. നമുക്കിപ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ ന്യൂയോർക്കിലേക്ക് പോകണമെങ്കിൽ ഒരു $1000 മേളിൽ വരും ട്രെയിനിന്. നേരെ മറിച്ച് നമുക്കൊരു ഫ്ലൈറ്റിനാണെങ്കിൽ $300, ചിലപ്പോൾ $250. ഐ ഡോണ്ട് നോ, $150 കിട്ടുമെന്ന് എനിക്കറിയില്ല. ഒരു $300 നമുക്ക് ഏകദേശം കണക്ക് കൂട്ടാം. $300-350 അതൊക്കെയാണ് ഒരു ആവറേജ് വരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിലൊക്കെ പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിമാനയാത്രയാണ് ഏറ്റവും സജസ്റ്റബിൾ. ഒന്ന്, പ്രൈസ് കുറവുണ്ട്. 2, നിങ്ങൾക്ക് സമയം സേവ് ചെയ്യാൻ പറ്റും. ട്രെയിനും ബസ്സും ഒരുപാട് സമയമെടുക്കും. പിന്നെയുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി റെൻ്റേ കാർ എടുക്കാൻ പറ്റും. അത് പക്ഷേ റെൻ്റേ കാർ എടുത്ത് ഓടിച്ച് നമ്മൾ റെൻ്റേ കാർ ഇവിടെ അമേരിക്കയിൽ കാർ എങ്ങനെയാണ് ഓടിക്കണമെന്നുള്ള വല്ല യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ഓൺലൈനിലൊക്കെ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓടിച്ച് തുടങ്ങാനായിട്ട്. നിങ്ങൾ ആരെങ്കിലും കൂടെ ഒന്ന് ഓടിച്ചിട്ടൊക്കെ ഓടിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെയുള്ള ആളുകളുടെ ആരെങ്കിലും കൂടെ ഓടിപ്പിച്ചിട്ടൊന്ന് ഓടിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഡയറക്റ്റ് വന്ന് വണ്ടി എടുത്ത് ഓടിക്കാൻ നിൽക്കരുത്. ഈവൻ വണ്ടി കിട്ടുമെങ്കിലും ഒരുപാട് നേരെ തിരിച്ചും മറിച്ചുമാണ് നമ്മുടെ നാട്ടിലുള്ളതും ഗൾഫിലുള്ളതും അപേക്ഷിച്ചിട്ടുള്ള ഇവിടെ നിയമങ്ങൾ ഭയങ്കര വ്യത്യാസമാണ്. അതുപോലെ നിങ്ങൾ വരുവാണെങ്കിൽ, നിങ്ങൾ ഫ്രണ്ട്സായിട്ട് വരുവാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വന്ന് ഇവിടെ ഒരു റെൻ്റേ കാർ എടുത്ത ഒരു 3-4 പേര് കൂടി ആണ് പോകുന്നതെങ്കിൽ ഒരുപാട് പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ വണ്ടിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ കുറച്ച് എക്കണോമിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ പറ്റും. പക്ഷേ എന്നാലും അതും ഒരു മാസത്തിൽ കൂടുതലോ അല്ലെങ്കിൽ 10 ദിവസത്തിൽ കൂടുതലൊന്നും അങ്ങനെ റെൻറ്റിനെടുത്ത് വരാനും അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. തന്നെയല്ല, ഒരാൾ തന്നെ വന്ന് റെൻറ്റിനെടുത്ത് ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് യൂട്യൂബ് വീഡിയോന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നിന്ന് പൈസ ഉണ്ടാക്കി അത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും ഇവിടെ നടക്കില്ല. നിലവിലെ സാഹചര്യത്തിൽ നടക്കില്ല. കാരണം ഇവിടുന്ന് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വണ്ടിയുടെ ഗ്യാസ് മൈലേജ്, അപ്പോൾ ഒരു $100 ഒരു ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ അതിനുള്ളിൽ നമുക്കൊരു സ്ഥലങ്ങൾ കണ്ട് തീർത്ത്, എല്ലായിടത്തും അല്ല കണ്ട് തീർത്ത് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി അല്ലെങ്കിൽ അതിനൊരു സ്പോൺസറെ കിട്ടാൻ അത് ഇവിടെ നമുക്ക് മലയാളികൾക്ക് അത്രയും ഒരു ബാക്കപ്പ് ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സ്പോൺസറിനൊന്നും കിട്ടില്ല. കാരണം $100 ഒരാൾ സ്പോൺസർ ചെയ്ത് ഒരു $1000 സ്പോൺസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ ആ പൈസയുടെ വാല്യൂ, അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, അതൊക്കെ ഇവിടെയുള്ള സ്പോൺസർ ചെയ്താൽ പോലും ഒരു പക്ഷേ അവർക്കത് കിട്ടുമോ എന്നുള്ളൊരു സംശയം കൊണ്ടായിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ എമൗണ്ട് കിട്ടുന്നവർക്കും ഇപ്പോൾ $1000 കിട്ടിക്കഴിഞ്ഞാലും ആ $1000 കൊണ്ട് $1000 ഒരു നല്ലൊരു എമൗണ്ടാണ്. പക്ഷേ എന്നാലും അതുകൊണ്ട് എത്ര ദിവസം പിടിച്ച് നിൽക്കാൻ പറ്റും? അതുപോലെ എത്ര പേര് നമുക്ക് ഈ $1000 നമുക്ക് സ്പോൺസർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും? മനസ്സിലായോ? അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഒരാൾ ചിലപ്പോൾ, എനിക്ക് തോന്നുന്നില്ല ഒരാളും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ തന്നാൽ പോലും അടുത്ത ആൾക്ക് തരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്പോൺസർഷിപ്പും അല്ലെങ്കിൽ ഇവിടുന്ന് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ടും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വിസയുടെ കാര്യങ്ങൾ
ചെറുതായിട്ട് ഒരു ഐഡിയ പറഞ്ഞു. അപ്പോൾ നമുക്ക് നല്ല ഈ വിസ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ആളുകളുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അന്വേഷണത്തിലാണ്. വന്ന അന്ന് മുതൽ ഇന്ന് വരെയും നിങ്ങളാരും ചോദിക്കാതെ തന്നെ എങ്ങനെ നമ്മുടെ മലയാളികളെ ഇവിടെ എത്തിക്കുക എന്നുള്ള അന്വേഷണത്തിൽ തന്നെയാണ്. പക്ഷേ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് എനിക്ക് അതിന് കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷേ അത് നമ്മുടെ മാക്സിമം ശ്രമിച്ചിട്ട് പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. പിന്നെ നിങ്ങൾ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ നമുക്ക് അവരെയൊക്കെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് നല്ല വിശ്വസിക്കാവുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെയും കൊണ്ട് നമുക്ക് എങ്ങനെയാണ് വിസയുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ആളുകളെല്ലാം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് വരുന്നവർ, ആ കറക്റ്റ് വഴിയിൽ വരുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരാൻ, അവരിങ്ങോട്ട് വരുന്നു, മറ്റുള്ളവരെ എങ്ങനെ വന്നെന്ന് അറിയില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതല്ല വേണ്ടത്. നമ്മൾ എല്ലാവർക്കും ഒന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു കൊടുക്കണം ഇത് എങ്ങനെ വരാൻ പറ്റുമെന്നുള്ളത്. ഈവൻ നമുക്കും നമ്മളും ഇപ്പം നിൽക്കുന്നത് ഈ ഫാമിലി വിസയിലായതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമ്മൾ മറ്റ് ജോബ് വിസയുടെ കാര്യങ്ങൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു നമുക്കിപ്പോഴും അറിയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു റിസോഴ്സ് കിട്ടട്ടെ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സമയം അതിക്രമിച്ചതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു വീഡിയോ എടുത്ത് ചെയ്യുന്നത്. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് തന്നെ പല വീഡിയോസിലൂടെ നിങ്ങളെ അറിയിക്കാം. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് അറിയില്ല. ഇത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇത് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തരി പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ പോവില്ല. നിങ്ങൾക്കിവിടെ വന്നാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാവരും ശ്രദ്ധിക്കുക. അമേരിക്കയിൽ വരുമ്പോൾ നിങ്ങളൊരു നിശ്ചിത സമയം കണക്കാക്കുക, നിശ്ചിത തുക കണക്കാക്കുക, നിശ്ചിത സ്ഥലങ്ങൾ കണക്കാക്കുക. അല്ലാണ്ട് ഒരു സ്ഥലത്ത് ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ്, ഇന്ന ദിവസം പോയിട്ട് ഇന്ന ദിവസം തിരിച്ചു വരും, അവിടെ പോയിട്ട് എവിടെയെങ്കിലും പോകാം, അവിടെ പോയിട്ട് കിട്ടുന്നിടത്ത് താമസിക്കാം, അവിടെ പോയിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണാം. നെവർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരാതിരിക്കുക. എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് വേറെ ആർക്കും വേണ്ടിയിട്ട് പറയുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. കാരണം നിങ്ങളെപ്പോലുള്ളവർ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. കാരണം ഞാനൊക്കെ ഇവിടെ വന്നിട്ട് ശരിക്കും കഷ്ടപ്പെട്ടു. ആസ് എ യൂട്യൂബർ എന്നുള്ള രീതിയിൽ നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ടു. കാരണം ഒരു രീതിയിലുള്ള സഹായവും ഒരു സപ്പോർട്ടും നമുക്ക് ഇവിടെ നിന്ന് കിട്ടില്ല, 1% പോലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഫ്രം ദ ഹാർട്ട് പറയണതാണ്. ഒരാളോടും നമ്മളൊരു രീതിയിലും വിചാരിച്ചിട്ട് പറയുന്നതല്ല. നമ്മുടെ മലയാളികളെ, നമ്മുടെ ആളുകളെ എങ്ങനെ സഹായിക്കാം, നമ്മുടെ ഒരറിവ് കൊണ്ട് എങ്ങനെ സഹായിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിൽ മാത്രം പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പിന്നെ നിങ്ങൾ ഈ ജോലിയുടെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ച് ദയവ് ഇത് ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. നമുക്ക് പറഞ്ഞു തരുന്നതിന് യാതൊരു പ്രശ്നമില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമുക്ക് വീണ്ടും എന്തെങ്കിലും ഒരു വീഡിയോയിൽ നമുക്കിങ്ങനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.